സെന്ററിൽ കൂടെ കയറി പോവില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ. നമസ്കാരം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ഇന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോഡിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഇത് കോപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഇപ്പം അവർ റീൽ എടുക്കുന്നതിന് ആരും എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആരും ഇപ്പം അവരെ കുറിച്ചൊന്നും പറയാനും പോകാത്തത്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇപ്പോൾ കയറി പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹവും. അപ്പോൾ ഇപ്പം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ നടു റോഡിൽ ഒരു റീല് എന്തായാലും സ്ക്രിപ്റ്റഡ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം രണ്ടുപേർ വഴക്കും പറയുന്നുണ്ട്, ഈ നടു റോഡിൽ കിടന്ന് ഗുസ്തി കാണിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും പബ്ലിക്കിൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് റീല് ചെയ്ത് അത് സന്തോഷിക്കുക, ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ കൂടി കുറേ കൂടി പബ്ലിക്കായിട്ട് കമൻസുകൾ വരിക. പിന്നെ നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. എന്തായാലും പോസിറ്റീവ് കമൻസ് ഇപ്പം കുറവാണ്. ചില ആൾക്കാർ മാത്രം ഇതിനോട് ഈ ഒരു രീതിയോട് നിൽക്കുന്ന ആൾക്കാർ മാത്രം പോസിറ്റീവ് കമൻസ് വരും. ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവ്സ് മാത്രമേ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ സുധി എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ജീവിക്കണം, അവർക്കൊരു ജീവിതമുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതം അവർക്ക് ജീവിച്ചേ തീരൂ. അപ്പം ചില ആൾക്കാർ പറയും, നിനക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാൻ, അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഇതാണ് താല്പര്യം. അപ്പോൾ ഇതിലോട്ട് തന്നെയാണ് ആൾ പോകുന്നത്. പക്ഷെ പോകുന്നതിൽ കുറച്ച് അതിരി വിട്ട് പോകുന്നില്ലെന്ന് മാത്രം എല്ലാവരും ചിന്തിക്കണ്ടായി. പക്ഷേ ഇത് അതിന്നും അതിരി വിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഈ പബ്ലിക് റോഡിലൊക്കെ വെച്ച് കാണിക്കുന്ന ഈ ഒരു പോക്കൃത്തനങ്ങളെന്ന് തന്നെ പറയാം. കാരണം ഇതൊന്നും ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത്രയും വണ്ടികൾ പോകുന്നത്, എന്തുമാത്രം അപകടങ്ങൾ നടക്കുന്ന റോഡുകളാണ്. അപ്പം ആ ഒരു റോഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഡിസ്കോ ഡാൻസ് കളിച്ചാൽ ഈ ആൾക്കാർ ദേഷ്യപ്പെടാണ്ടിരിക്കുമോ? ഇതിലൂടെ കുറേ കൂടി പബ്ലിസിറ്റി നേടുക. കമൻസ് വരുമ്പോഴത്തേക്ക് ആ ഒരു നെഗറ്റീവ് കമൻസ് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇവരുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഇവനെ വെച്ചിട്ട് ഈ ഒരു റീല് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും രേണു സുധീനെ എവിടെ അടിച്ചെന്നാലും ആ ഒരു കുറേ റീൽസൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും റീച്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു വഴി വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വസ്ത്രധാരണത്തിലോ അവരെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആരും ഒരു മനുഷ്യരും അവർ പുറകെ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ഒരാളും മിണ്ടാതിരിക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ MVD ഒക്കെ പിടിക്കേണ്ടതാണ്. അവരെ പിടിച്ച് വഴക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പം അല്ലാണ്ട് ഒരു ലൈസൻസ് ഇല്ലാതെ പോകുമ്പം തന്നെ അവർ പിടിച്ച് നിർത്താണ്ട്. ഇപ്പം ക്യാമറ ഉള്ളതുകൊണ്ടാണ് അവർ നേരെ ക്യാച്ചിങ് ആവുന്നത്. അപ്പം മുന്നേ ആണെങ്കിൽ റോഡിൽ കിടന്ന് തകർന്ന് കാണിക്കുമ്പോഴേ പോലീസുകാർ വഴക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളയും. അപ്പോൾ ഇപ്പോൾ അവരുടെ അനുമതിയോടെ തന്നെയാണോ ഈ റോഡിൽ വന്നതെന്ന് കാണിക്കുന്നത്? അതോ ഇനി മനഃപൂർവ്വം ആളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടു റോഡിൽ വന്നിട്ട് കാണിക്കുന്നത്? ഇനി ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും, വേറെ ആൾക്കാർ വല്ലതും വന്ന് വണ്ടി വന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം അവിടെ വലുതാവും. അപ്പോൾ ഇത് അവരൊന്നും ആലോചിക്കാണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഒന്നുകിൽ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ കുറേ ആൾക്കാർ ഇനി ഇതിൻ്റെ പുറകെ റോഡിൽ വെച്ച് ചെയ്താൽ ആരും ഒരു കാര്യം പറയത്തില്ല എന്നുള്ള രീതിയിൽ ഇനി മെയിനായിട്ട് റോഡിൽ തന്നെ വന്നത് ചെയ്യും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇങ്ങനത്തെ ഈ റോഡിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡാൻസ് നല്ലതല്ല എന്ന് തന്നെ പറയും. കാരണം വണ്ടികൾ ഒരുപാട് പോകുന്നതാണ്. ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ വണ്ടിയും കൊണ്ടുവരും. ചില പയ്യന്മാരൊക്കെ ആണെങ്കിൽ ഓടിച്ച് സ്പീഡിൽ കൊണ്ടുവരും. അവരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പം അവർക്കും അപകടം ഉണ്ടാകും, ഇവർക്കും അപകടം ഉണ്ടാകും. അപകടം ഉണ്ടായി കഴിഞ്ഞ ശേഷം ആർക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ നിർത്തിവെക്കുക. അല്ലാണ്ടുള്ള റീൽസൊക്കെ ഒരുപാട് ഇടുന്നുണ്ടല്ലോ, റീച്ച് ഒരുപാട് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും നിറയെ റീച്ച് വരണ്ട. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതിപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കണം. ആ ഒരു പബ്ലിസിറ്റിയിൽ കൂടി തന്നെയാണ് എപ്പോഴും പോകുന്നത്. ഇനി അതിലൊരു മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. അപ്പം ഇനിയും ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആളില്ലാത്ത റോഡായിരിക്കണം. ഇത് പബ്ലിക് റോഡ്, നിറയെ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. അപ്പം അതിനിടയിൽ കിടന്ന് ഈ ഡാൻസ് കളിക്കുന്ന ഒരു ബൈക്കിലുള്ള രണ്ടുപേർ വഴക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ നാട്ടു റോഡിൽ കിടന്ന് കളിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ടങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് ആവശ്യമുണ്ടോ? വെറുതെ എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? ഇപ്പോഴേ ഓൾറെഡി കുറേ പറയിച്ചു, ആ സുധിച്ചേട്ടൻ്റെ പേരും വെച്ചിട്ടാണെന്ന് പറയാം. അതിനെങ്കിൽ ആ സുധിച്ചേട്ടൻ്റെ പ്രൊഫൈൽ മാറ്റി ഇട്ടൂടെ? ആ ഒരു പ്രൊഫൈൽ ഇട്ടിട്ടാണ് ഇങ്ങനെ എന്തിനാണ് കാണിക്കുന്നതെന്ന് എത്രയും പേര് വീഡിയോസിൻ്റെ കടിയിൽ വന്ന് ഞാൻ മിക്ക വീഡിയോസിൽ ഇങ്ങനെ കാണാറുണ്ട്. താഴെ വന്നിട്ട് ഇനിയെങ്കിലും ആ സുധിച്ചേട്ടൻ്റെ പ്രൊഫൈലൊന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ അവർ ചോദിക്കുന്നതിലും തെറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇത് തോന്നും. അതുകൊണ്ടായിരിക്കും എല്ലാവരും പറയുന്നതായിരിക്കും.